ഇന്നലെ നിങ്ങളെല്ലാവരും എപ്പിസോഡ് കാണാൻ പോയ ആ ഒരു സമയമുണ്ടല്ലോ, ആ ഒരു സമയത്ത് ഞാൻ നമ്മുടെ ലൈവ് കാണാൻ പോയി. അപ്പോൾ ലൈവിൽ നമ്മുടെ അക്ബർ കാക്ക ശൈത്യയോട് പറയുന്നുണ്ട്, മോളെ നിന്റെ എന്തോ ഒരു രഹസ്യം അനുമോൾക്ക് അറിയാം, അത് അവൾ പുറത്തു പറഞ്ഞാൽ നാണം നീ കേടും, നിനക്ക് വീട്ടിൽ പോലും പോകാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിലുള്ളൊരു സാധനം അവിടെ ഇവിടെയായിട്ട് ഞാൻ കേട്ടല്ലോ എന്ന് അക്ബർ കാക്ക ശൈത്യയോട് പറയുന്നുണ്ട്. ശൈത്യ ഇപ്പോൾ പറയുന്നുണ്ട്, അക്ബർ കാക്ക അത് വേറൊന്നുമല്ല, എൻ്റെ ഒരു റിലേഷൻഷിപ്പ് അത് ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട്, പഴയൊരു റിലേഷൻഷിപ്പ് ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട്, അതേ ഉള്ളൂ, അല്ലാതെ വേറെ വലിയ കാര്യങ്ങളൊന്നും ഇല്ല എന്ന് ശൈത്യമോള് പറയുന്നുണ്ട്. അത് കേട്ടപ്പോഴാണ് എനിക്കൊരു സംശയം തോന്നിയത്. കഴിഞ്ഞ ദിവസം അനുമോള് പറയുന്നത് ബിഗ് ബോസുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തോ സീക്രട്ട് ആയിട്ടുള്ള ഒരു കാര്യം ശൈത്യ പറഞ്ഞിട്ടുണ്ട് എന്നാണ്. അത് പുറത്ത് പറഞ്ഞാൽ നാണം കെടും ശൈത്യ എന്നാണ് അനുമോള് പറഞ്ഞിരിക്കുന്നത്. അപ്പം എനിക്ക് തോന്നിയൊരു സംശയമാണ്, റിലേഷൻഷിപ്പ് ബിഗ് ബോസ് രണ്ടും കൂടെ കണക്ട് ചെയ്യുമ്പോഴത്തേക്ക് ബിഗ് ബോസിൽ ഉള്ള ആരെങ്കിലുമായിട്ട്, അതായത് ഈ ബാക്ക് ആൻഡ് ക്രൂ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ടീമുമായിട്ടാണോ നമ്മുടെ ശൈത്യ കുഞ്ഞ് പ്രണയത്തിലുണ്ടായിരുന്നത്? ഒരു സംശയം. അപ്പോൾ ബിഗ് ബോസ് സീസൺ 7 ഇന്നലെ പാതിരാത്രിയിൽ ലൈവിൽ നടന്ന കുറച്ച് കാര്യങ്ങളും, അതായത് നിങ്ങൾ എപ്പിസോഡ് കാണാൻ പോയപ്പം നിങ്ങൾ കണ്ടില്ലല്ലോ ലൈവിൽ എന്താ നടന്നതെന്ന്. അപ്പം നടന്ന കുറച്ച് കാര്യങ്ങളും, രാത്രിയിൽ നടന്ന കുറച്ച് കാര്യങ്ങളും, പിന്നെ നമ്മുടെ എപ്പിസോഡ് എല്ലാം കൂടെ ചേർത്ത് കുറച്ച് കാര്യങ്ങൾ, എപ്പിസോഡിനകത്തെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളും എല്ലാം കൂടെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അതിനകത്ത് മെയിനായിട്ട് ഡിസ്കസ് ചെയ്യേണ്ടത് അപ്പാനി ബിൻസി അനിമോളുടെ കേസ്, പിന്നെ നമ്മുടെ ശൈത്യക്കുഞ്ഞ്, പിന്നെ ആദില എന്താണോ കാണിക്കുന്നത്, ഏതാണ്ട് ഉറപ്പിക്കാം നമുക്ക് ഫൈനൽ 5 എന്തായാലും ആദില എത്തത്തില്ല എന്നുള്ളൊരു കാര്യം ഏതാണ്ടൊക്കെ ഉറപ്പായി വരുന്നുണ്ട്. കാരണം അവസാന നിമിഷം വന്നിട്ട് അനിമോളുടെ കൂട്ടുകാരിയാണ്, സുഹൃത്താണ്, വഴക്കുണ്ടാക്കുന്നു പിന്നെ ഉമ്മ നോക്കുന്നു, വഴക്കുണ്ടാക്കുന്നു പിന്നെ ഉമ്മ നോക്കുന്നു, ഇങ്ങനെ നിന്നിട്ട് അവസാനം വന്നിട്ട് ഇതേ ഒറ്റ കുത്താ കുറയുന്നു, അതും ശൈത്യയുടെ കൂടെ കൂടി. ആലോചിക്കണം നിങ്ങൾ, എൻ്റെ പൊന്നുമുള്ള അതിലെ നിന്റെ കാര്യം കൂതാഹവ. അപ്പം എന്താണെങ്കിലും അപ്പാനി, അക്ബർ, സരിക ഇവർ 3 പേരും കൂടെ ഇങ്ങനെ ഇരിപ്പുണ്ടേ. അപ്പോൾ നമ്മുടെ അപ്പാനിയോട് അക്ബർ പറയുകയാണ്, അപ്പാനി നീ പോയപ്പോൾ ഏറ്റവും കൂടുതൽ സങ്കടമായിട്ട് ഇവിടെ നിന്നു എന്ന് പറഞ്ഞില്ലേ നമ്മുടെ അനുമോള്, നീ പോയതിൻ്റെ ശേഷം ദ വെരി നെക്സ്റ്റ് ഡേ ഞാൻ നോക്കുമ്പോൾ ലിവിംഗ് റൂമിൽ അനുമോൾ ഇരിക്കുകയാണ്. അനുമോളുടെ കയ്യിൽ പ്ലാച്ചിക്കുഞ്ഞുണ്ട്. എന്നിട്ട് ഞാൻ അവളുടെ ഓപ്പോസിറ്റ് പോയിരിക്കുന്നു. ഞാനാണെങ്കിൽ ഭയങ്കര സങ്കടത്തിലാണ്, പനി നീ പോയതിൻ്റെ ഭയങ്കര സങ്കടമുണ്ട് എനിക്ക്. ഞാനിപ്പം അവളുടെ ഓപ്പോസിറ്റ് പോയിരിക്കാൻ നേരത്ത് അവള് പ്ലാച്ചിയുടെ കൈ പിടിച്ചിട്ട് പ്ലാച്ചിയോട് പറയുക, പ്ലാച്ചിമന്നെ എടാ നമ്മളൊരു ഗുണ്ടേനെ ഇവിടുന്ന് പറഞ്ഞു വിട്ടടാ, ഇനി ഇവിടെ ഒരു ഗുണ്ടയും കൂടെ ഉണ്ടടാ അന്ന് ഒരു ടോക്ക്, ഒരു കോൺവെർസേഷൻ അവള് പ്ലാച്ചി കുഞ്ഞുമായിട്ട് നടത്തുന്നുണ്ട്, അല്ലെങ്കിൽ നടത്തിയിരുന്നു എന്ന് നമ്മുടെ അക്ബർ കാക്ക പറയുന്നുണ്ട്. ഉടനെ അപ്പാനി ഞെട്ടിയിട്ട് കുണ്ടാന്ന് വിളിച്ചോടാ അവള് എന്നൊക്കെ ചോദിക്കുന്ന കേട്ടെ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ മറ്റേ നമ്മുടെ അങ്കമാലി ഡയറീസിൽ ഒരു ഗുണ്ട സെറ്റപ്പിലാണല്ലോ, അങ്ങനെയാണല്ലോ പുള്ളിയുടെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ പുള്ളിയെ ഗുണ്ട എന്ന് വിളിച്ചതിന് കുണ്ടാന്നല്ലല്ലോ വിളിച്ചേ, ഗുണ്ട എന്നല്ലേ വിളിച്ചേ. അതിന് ഇത്ര അങ്ങോട്ട് സങ്കടപ്പെടേണ്ട കാര്യം എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. നമ്മുടെ കുഞ്ചാക്കോ ബോബൻ ഇന്നും റൊമാൻറ്റിക് ഹീറോ എന്നാണല്ലോ പുള്ളിയെ വിളിക്കുന്നത്. പുള്ളി ഒരു റൊമാൻറ്റിക് ഹീറോ ആയിട്ട് വന്നോണ്ടല്ലേ റൊമാൻറ്റിക് ഹീറോ എന്ന് വിളിക്കുന്നത്. പിന്നെ അനുമോള് പറഞ്ഞപ്പം ആ ഒരു സാധനമൊക്കെ വെച്ചിട്ടായിരിക്കാം ചിലപ്പോൾ കുണ്ട എന്നുള്ളൊരു സാധനം അങ്ങോട്ട് കൊടുത്തത്. പിടികിട്ടിയില്ലേ? കുണ്ടയല്ല, ഗുണ്ട. ഓക്കെ, അതിനകത്ത് അത്ര വലിയ അങ്ങോട്ട് സങ്കടപ്പെടേണ്ട കാര്യമുണ്ടോ അപ്പാനി ചേട്ടാ? എനിക്കറിയാൻ പാടില്ല. അത് പിന്നെ അക്ബർ ഇവിടെ തിരികെ കയറ്റി ഇത്ര വലിയ അങ്ങോട്ട് എനിക്കറിയത്തില്ല. അതിൻ്റെ പേരിലൊക്കെ ഒരു ഹേറ്റഡ് കൊടുക്കേണ്ട കാര്യമുണ്ടോ? വാട്ട് എവർ, അവരുടെ ഇഷ്ടം. അപ്പോൾ എന്താണെങ്കിലും അങ്ങനെ പറഞ്ഞൂടെ അക്ബർ മോനെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഉടനെ അക്ബർ പറയുന്നുണ്ട്, അനിമാണ് അളിയാ നിന്റെ കീഴെ വന്നിരുന്ന് ഇപ്പം നിന്നെ മറ്റേ പതപ്പിച്ചോണ്ടിരിക്കുന്നത്, മറ്റേ പാസം കാണിച്ചോണ്ടിരിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. ഈ ഗുണ്ട എന്ന് വിളിച്ചതും അനുമോള് മറ്റേ പ്ലാച്ചി കുഞ്ഞിനെ വെച്ചോണ്ടുള്ള ആ ഒരു കളിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒരു ഗെയിമിന്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ലേ അക്ബറിന്? അല്ലോ അതൊക്കെ ഇനി മനസ്സിലിട്ട് മറ്റേ ശരിക്കുള്ള വൈരാഗ്യം കാണിച്ചാണോ? എനിക്കറിയത്തില്ല, എനിക്കങ്ങനൊന്നും തോന്നിയിട്ടില്ല, ഞാനത് ഓപ്പണായിട്ട് പറയുന്നു. അപ്പം ഇതങ്ങോട്ട് നടന്നു കഴിയുമ്പോഴാണ് നമ്മുടെ ജിഷിൻ്റെ ചൊറിച്ചിൽ കണ്ടതായിരിക്കും, നമ്മൾ എല്ലാവരും കണ്ടതാണ്, എപ്പിസോഡിനകത്ത് ഉണ്ടായിരുന്നു അത്. അതായത് നെവിൻ്റെ കയ്യിൽ. പക്ഷെ അതിൻ്റെ ശരിക്കുള്ളൊരു വേർഷൻ, അല്ലെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ലൈവ് കണ്ടാലേ മനസ്സിലാവുള്ളൂ. നെവിൻ മോൻ കിച്ചണിലേക്ക് ചെന്നു. നെവിൻ മോൻ്റെ സ്ഥിരം പരിപാടി, നമ്മുടെ ജിഷിൻ ചേട്ടൻ വന്നതാണല്ലോ, അപ്പോൾ പിന്നെ കിച്ചൺ പിന്നെ ഇനി ചേട്ടൻ്റെ കയ്യിലാണല്ലോ. ചേട്ടനാണല്ലോ അവിടുത്തെ ഹോളിൻ്റെ കുക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഏറ്റവും വൃത്തിക്ക് ഭക്ഷണം കൊടുക്കുന്ന, ഭയങ്കര ടേസ്റ്റുള്ള ഫുഡ് കൊടുക്കുന്ന ആൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ അകത്ത് കയറി പുള്ളി പൂരിയും കറിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം നെവിൻ അങ്ങോട്ട് ചെയ്തിട്ട് ഒരു പൂരി എങ്ങാണ്ട് എടുത്ത് കഴിച്ചു. ടേസ്റ്റ് എന്നുള്ള മൂഡിൽ പുള്ളി ചെന്നതാണ്. പുള്ളി എടുത്ത് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഇവൻ
ജിഷിൻ നെവിൻ്റെ കയ്യിൽ നിന്ന് അങ്ങ് തട്ടിപ്പറിച്ച് മേടിച്ചിട്ട് നേരെ കൊണ്ട് അങ്ങ് വേസ്റ്റ് ബിന്നിലിട്ടു. തട്ടിപ്പറിച്ച് മേടിച്ചതിനും ഒക്കെ അവൻ റീസൺസ് പറയുന്നുണ്ട്. പിന്നെ നെവിന് അറിയാലോ, നെവിൻ എപ്പോഴും കയറി കട്ടുമോട്ടിച്ചൊക്കെ തിന്നും. അത് നെവിൻ്റെ ക്യാരക്ടറാണ്, അവൻ അങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷെ അത് ഇത്രയും പേര് നിൽക്കുമ്പോൾ, അവരൊരു 9 പേര് 8 പേര് നിൽക്കുമ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ വലിയ പ്രശ്നമില്ല. ഇത്ര ആളുകൾ നിൽക്കുമ്പോൾ അവനത് ചെയ്യുന്നത് നമുക്ക് യോജിക്കാൻ പറ്റത്തില്ല. പക്ഷേ അതുപോലെ തന്നെ യോജിക്കാൻ പറ്റത്തില്ല ജിഷിൻ ചെയ്തത് എമ്മാടത്തരം. ഒരുത്തനത് കഴിച്ചു, അവൻ വായി വെച്ച് കടിക്കുകയും കണ്ട് ചെയ്തു. പിന്നെ അവനത് തിന്നോട്ടേ നോക്കണം, അല്ലാതെ അത് തട്ടിപ്പറിച്ച് മേടിച്ച് വേസ്റ്റ് ബിന്നിൽ കൊണ്ടിടുന്നത് എണ്ടിത്തരം. അത് ജിഷിൻ ചേട്ടൻ മാത്രമേ ചെയ്യത്തുള്ളൂ. ആ തെണ്ടിത്തരത്തോടൊന്നും യോജിക്കാൻ ഒരു കാരണവശാലും പറ്റത്തില്ല. അതുപോലെ തന്നെ ജിഷൻ പറയുന്ന റീസൺസ്, അവൻ അങ്ങനെയാണ്, അവൻ ഇത്രയും പേരുണ്ടെന്ന് നോക്കത്തില്ല, അങ്ങനെയാണ്, മറ്റേതാണ്, ആനയാണ്, തേങ്ങയാണെന്നൊക്കെ പറയുന്നുണ്ട്. നെവിൻ അങ്ങനെയാണ്, നെവിൻ്റെ ഭാഗത്തും തെറ്റുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ തട്ടിപ്പറിച്ച് അവൻ തിന്നാൻ തുടങ്ങിയടേ, പിന്നെ അത് വലിച്ച് ഇവൻ കൊണ്ടൊന്ന് വേസ്റ്റ് ബിന്നി ഇടേണ്ട കാര്യം എനിക്കത് മനസ്സിലാവുന്നില്ല. ഡൈനിങ് ഏരിയയിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ അനു, പ്രവീണ്, മസ്താനി, അനീഷ് ഇവർ ഇത്രയും പേര് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇവിടെ ജിഷിൻ വന്ന് ജോയിൻ ചെയ്യുന്നുണ്ട്. അതിന് മുമ്പായിട്ട് നമ്മുടെ മസ്താനി അനുമോളോടൊരു ഡയലോഗൊക്കെ പറയുന്നത് കേട്ടു. അതായത് അതൊക്കെ നിങ്ങൾ കണ്ടോ എനിക്കറിയത്തില്ല, അതൊന്നും കാണിച്ചിട്ടില്ലെന്ന് തോന്നുന്നു എപ്പിസോഡിൽ. മസ്താനി പറയുന്ന ഒരു ഡയലോഗുണ്ട്, ഫൈനൽ കഴിഞ്ഞിട്ട് അനുമോളെ കാറിലെ പോകാവുള്ളേ, ട്രെയിനിലും ബസ്സിലും ഒന്നും പോകല്ലേ, അല്ലേ ഫ്ലൈറ്റിലും ഒന്നും പോകല്ലേ, കാറിൽ പോകുന്നതാണ് ഏറ്റവും സേഫ് എന്നൊക്കെ മസ്താനി മോള് പറയുന്നുണ്ട്. മസ്താനിയുടെ അനുഭവം നമ്മൾ കണ്ടതാണല്ലോ, മാസ്ക് ഒക്കെ വെച്ചിട്ടാണ് എയർപോർട്ടിൽ വന്നിറങ്ങിയത്. അത് മീഡിയക്കാരോട് മിണ്ടാൻ പോലും വയ്യ. എന്ത് മിണ്ടാനാ. ഇന്നലെ എപ്പിസോഡിലും കണ്ടിരുന്ന് കരയുന്നതൊക്കെ ആരും മൈൻഡ് ചെയ്യുന്നില്ല, എല്ലാവരും കുറ്റപ്പെടുത്തുക, ഒരു പോസിറ്റീവ് കമന്റ് പോലും ഇല്ല. എങ്ങനെ ഉണ്ടാവാനാ? എല്ലാവരും പറയുന്നു നിന്റെ തനിക്കുണം അവിടെ കണ്ടു എന്നൊക്കെ പറയുന്നതൊക്കെ ഇന്നലെ എപ്പിസോഡിൽ ഉണ്ടായിരുന്നു. സത്യമല്ലേ അത്? അതിനിപ്പോൾ വിഷമിച്ചിട്ട് കാര്യമില്ല. ഒരു പുതിയ പ്രൊമോ ഞാൻ കണ്ടു. ഞാനിപ്പോൾ രാവിലെ ഇരുന്നിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇന്നലെ കുറച്ച് തിരക്കായിപ്പോയി. അപ്പോൾ രാവിലെ ഇരുന്ന് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാൻ എണീറ്റ് കുറച്ച് നേരം നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഒരു പ്രൊമോ കണ്ടു, ബിൻസി ആയിട്ടുള്ളൊരു ചൊറിച്ചിൽ. അപ്പോൾ അതിനകത്തൊക്കെ അവൾ പറയുന്ന ബിൻസിയുടെ അച്ഛനെയൊക്കെ പിടിച്ചു കൊണ്ടിരുന്നുണ്ട്. അതായത് പുള്ളിയുടെ ആ ഒരു തൊഴിലിനെ, ഓട്ടോ ഓടിക്കുന്ന നിന്റെ അച്ഛൻ്റെ ഓട്ടോയിലോ എന്തോ അല്ലേ പോയെന്നൊക്കെ. എന്ത് കാര്യത്തിന്? തിരിച്ചിറങ്ങി വരുമ്പോൾ ഇത് നേരത്തെ ഉണ്ടായിരുന്നതിൻ്റെ ഒരു പകുതിയെങ്കിലും ഇനി വീണ്ടും ഇറങ്ങി വരുമ്പോൾ കിട്ടും ഇങ്ങനത്തെ വർത്താനത്തിന്. മസ്താനിയുടെ നാക്ക് വലിയ പ്രശ്നം തന്നെയാണ്. അപ്പോൾ എന്താണെങ്കിലും ഈ ഒരു ചെറിയ ഉപദേശമൊക്കെ അനുമോൾക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്കാണ് നമ്മുടെ ജിഷിൻ അവിടെ ജോയിൻ ചെയ്യുന്നത്. എന്നിട്ട് ജിഷിൻ പറയുന്നുണ്ട്, ജിഷിനും അനുമോളും കൂടെ ഇരുന്നുള്ളൊരു കോൺവെർസേഷനാണ്. അനുമോള് ജിഷിന് സപ്പോർട്ടാണ്. അതായത് നെവിൻ്റെ കേസിൽ നെവിൻ അങ്ങനെ ചെയ്യാറുണ്ട്, അത് ശരിയല്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ അനുമോളും ഇച്ചിരി കയറ്റി കൊടുക്കുന്നുണ്ട്. പക്ഷെ അനുമോൾ പറഞ്ഞത് തെറ്റല്ല, ഞാനത് തുടക്കത്തിലേ പറഞ്ഞത്. നെവിൻ അങ്ങനെയുള്ള പരിപാടികൾ ചെയ്യുന്ന ഒരാളാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അത്യാവശ്യം മോഷണവും പോയി തന്നെ ഫുഡ് ഉണ്ടാക്കി തിന്നലും ഈ പരിപാടിയൊക്കെ ഉള്ളതാണ്. ഇതിപ്പോൾ കുറച്ച് ആൾക്കാർ ഉള്ളെങ്കിൽ അവനെ ചെയ്യുന്നതിനോട് നമുക്ക് യോജിക്കായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇത്രയും ആൾക്കാർ വന്നു, അപ്പോൾ പോയി അത് ചെയ്യുന്നത് അത്ര നല്ലൊരു കാര്യമല്ല. മനസ്സിലായില്ലേ? ഇത് കഴിയുമ്പോഴാണ് നമ്മുടെ അക്ബർ ശൈത്യയൊക്കെ ഇങ്ങനെ ഒന്നിച്ചിരിക്കുമ്പോഴത്തേക്ക് ശൈത്യ അടുക്കി അക്ബർ ഈ ചോദിക്കുന്നത്. അതായത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട ആ ഒരു കാര്യം അതിനെ പറ്റിയിട്ട് ചോദിക്കുന്നുണ്ട് അക്ബർ. അപ്പോഴാണ് പറയുന്നത് എൻ്റെ റിലേഷൻഷിപ്പിനെ പറ്റി മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതൊക്കെ കേൾക്കുമ്പോൾ എന്തോ എവിടെയൊക്കെയോ ഒരു പൊരുത്തക്കേട്. എന്താണെങ്കിലും അത് വിട്ടുകളാ. ഇനി എപ്പിസോഡിൽ നടന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ശാരിക എന്ത് തേങ്ങയാണോ ഇവർ കാണിക്കുന്നത്. ഇവർ ഇതിൻ്റെ പകുതി ആ തുടക്കത്തിൽ കാണിച്ചായിരുന്നെങ്കിൽ ഒരു 19 ദിവസമൊക്കെ നിന്ന് പോയേനെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം അവർക്ക് അങ്ങ് ചോര അങ്ങോട്ട് തിളച്ച് നിൽക്കുക ശാരികയ്ക്ക്. ശാരിക മുൻഷി എന്ത് വെറുപ്പീരാണോ തിരിച്ചു കയറി വന്നിട്ട്. മുൻഷി എന്തൊക്കെയാ പറയുന്നത് മുൻഷിക്കാൻ ഒരു പിടുത്തവും ഇല്ല. എന്തൊക്കെയോ വിളിച്ചു പറയുന്നു. തിരിച്ച് ആൾക്കാർ ഇന്ന് നല്ല അണ്ണാക്കിലും മേടിക്കുന്നുണ്ട്. എന്നാലും പിന്നെയും ചൊറിഞ്ഞുകൊണ്ട് ചെല്ലും. എന്ത് കാര്യത്തിന്? റെന ഫാത്തിമ ചുമ്മാ ഇരിക്കുക. ചേട്ടാ സുഖമല്ലേ ചേട്ടാ എന്ന് ചോദിച്ചോട്ടെ, നീ ആരാടി എന്നോട് തുകമല്ലേ നീ? എന്ത് കാര്യത്തിന്? ചുമ്മാ ചൊറിച്ചില്. എന്നിട്ട് പുള്ളി തന്നെ പറയുന്നതും കേട്ടു, മറ്റേ എന്താണ് ഇനി ഇപ്പോഴൊക്കെ എന്തിനാ ഈ ഗെയിം കളിക്കുന്നത് എന്നുള്ള വലിയ ഡയലോഗൊക്കെ അടിക്കുന്നത്. എന്താണെങ്കിലും ശാരികയുടെ കേസിൽ നിന്ന് തുടങ്ങാം. ശാരികയുടെ ആ ഒരു ഇഷ്യൂ അത് ഞാൻ കംപ്ലീറ്റ്ലി ഇപ്പം തന്നെ അങ്ങ് പറയാം കേട്ടോ. അത് ഇന്നലത്തെ എപ്പിസോഡിൽ പല സ്ഥലത്തായിട്ടാണ് ഇങ്ങനെ വിണ്ടി കിടക്കുന്നത്. അപ്പോൾ സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശാരിക ആദിലയോടൊരു ചെറിയ പൊട്ടലുണ്ട്. ആദില വളരെ മോശം ഒരു ലേഡിയാണെന്നുള്ളൊരു സാധനമാണ് ശാരികയുടെ മനസ്സിലുള്ളത്. അത് വരാനുള്ളൊരു കാര്യം, ശാരിക ഒരു സാധനം ആദിലയോട് പറഞ്ഞു, അത് വേറെ രീതിയിൽ അങ്ങ് പോർട്രേറ്റ് ആയിപ്പോയി. അതാണ് മെയിൻ പ്രശ്നം. അപ്പം ശൈത്യ എടുക്കലാണ് ഇത് ചൊറിഞ്ഞ് തുടങ്ങുന്നത് മൊത്തം. ശൈത്യ എടുക്ക് പറയുന്നുണ്ട്, നീ എന്തിനാണ്, നാണോ ഇല്ലേ അവളുടെ കൂടെ നടക്കാൻ, ബാക്ക് സ്റ്റാബറാണ് അവൾ, നീ ഒരു അഡ്വക്കേറ്റ്. എനിക്കറിയത്തില്ല എന്തിനാണ് ഈ ശാരിക വന്നിട്ട് അഡ്വക്കേറ്റ്. അവൾ പറയുന്നുണ്ട്, ശാരിക എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ ഇവിടുത്തെ എല്ലാ അഡ്വക്കേറ്റുമാരെ അല്ല പറഞ്ഞത്, നിന്നെ മാത്രമാണ്. എന്താണെങ്കിലും ഒരാളുടെ പ്രൊഫഷൻ എടുത്തുകൊണ്ട് വരുന്നത് തെമ്മാടിത്തരം. പ്രത്യേകിച്ച് ശാരികയെ പോലെ മറ്റേ ഹോട്ട് സീറ്റിൽ റാണി, ഹോട്ട് സീറ്റ് ഞാനാണ് പൊളിച്ച് കീറുന്നത് എന്നുള്ളൊരു സ്വയമേ തലയ്ക്കകത്തൊരു ഒരു അഹങ്കാരം ഈ ഹോട്ട് സീറ്റിന്റെ പേരിൽ കൊണ്ടു നടക്കുന്ന ഒരു വ്യക്തിയായിട്ട് തന്നെയാണ് എനിക്ക് ശാരിക തോന്നുന്നത്. അപ്പം അങ്ങനെ ഒരു വ്യക്തി വന്നിട്ട് വേറൊരാളുടെ പ്രൊഫഷൻ പറഞ്ഞ് കളിയാക്കി സംസാരിക്കുന്നതിനോട് എനിക്ക് യോജിക്കാൻ തീരെ താല്പര്യമില്ല. എന്താണെങ്കിലും അത് പറഞ്ഞുകൊണ്ട് തുടങ്ങി.
സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആതിരയോടും നൂറയോടും എനിക്കൊന്ന് ആതിരയോടാണെന്ന് തോന്നുന്നു ഈ ശാരിക മാം വന്നിട്ട് അങ്ങ് പറഞ്ഞു, അതായത് മോളെ ഈ അനുമോളുടെ കെട്ടിപ്പിടുത്തമൊന്നും അത്ര ശരിയല്ല, അവൾ എന്നെ ചെറുതായിട്ട് നോക്കുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. അല്ല ഈ ചേച്ചിക്ക് അങ്ങനെയുള്ള സംശയങ്ങളൊക്കെ തോന്നാൻ കാരണം ഒരാണ് നോക്കാറില്ലേ ചേച്ചിയെ? അല്ല എനിക്ക് അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക. ഇത് ആദില തന്നെ. എന്നിട്ട് ഇതാണ് സംഗതി. അതായത് വന്ന് ആദിലോട് പറഞ്ഞു അവൾ എന്തോ അവളുടെ പിടുത്തമൊന്നും ശരിയാവുന്നില്ല, എനിക്കെന്തോ അവൾ ഇനി എന്നെ വളയ്ക്കാൻ ശ്രമിക്കുകയാണെന്നോ ഒരു സംശയം അവിടെ പറഞ്ഞു. അത് ആദിലയ്ക്കും നൂറയ്ക്കും പറയുന്നുണ്ട് അവർ തന്നെ. അതായത് അവർക്കത് ആ ഒരു ടോക്ക്, അതായത് ശാരിക വന്നിട്ട് ഇങ്ങനെ ഒരു സാധനം പറഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് എന്തോ അനുമോളുടെ കാര്യത്തിൽ അവർക്ക് ഉറപ്പുണ്ട്. അനുമോളോട് ചോദിക്കുകയും ചെയ്തു. അനുമോൾക്ക് അങ്ങനെയുള്ള സീനൊന്നുമില്ല, അനുമോൾ സ്ട്രെയിറ്റ് ആണ്. പക്ഷെ ഇവരുടെ കാര്യത്തിൽ ഇവർ ഇത് ചോദിക്കുകയൊക്കെ ചെയ്തപ്പോൾ ഇവർക്കൊരു സംശയം ആതിരയ്ക്കൊക്കെ. അതായത് അനുമോൾ ഇങ്ങനെ നോക്കുന്നുണ്ടെന്ന് പറയിപ്പിച്ച് അനുമോളോട് ചോദിച്ച് അനുമോളെ കൊണ്ട് ഇവർക്ക് അങ്ങോട്ട് പറയാൻ വയ്യ, അനുമോളെ കൊണ്ട് ഇങ്ങോട്ട് പറയിപ്പിക്കണം, ആ ഒരു മൂഡിലാണോ ഇവരിത് ചെയ്യുന്നതെന്നുള്ളൊരു സംശയം ആതിരയ്ക്കൊക്കെ തോന്നി. അതാണ് സംഗതി. അത് ഇവർക്ക് അങ്ങോട്ട് പൊരിഞ്ഞു. അതിലേക്ക് എവിടെ വരുന്നത് പറയുകയും ചെയ്തു. അത് ഇവർക്ക് അങ്ങോട്ട് പൊളിഞ്ഞു. അതിൻ്റെ പേരുള്ള ഒരു ദേഷ്യമാണ്. എന്നിട്ട് അത് കോംപ്രമൈസ് ചെയ്യുന്നുണ്ട്. ഇന്നലെ അവർ കോംപ്രമൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് സംസാരിച്ച് സെറ്റ് ചെയ്യുന്നുണ്ട്, കാര്യം ചോദിക്കുന്നുണ്ട്. അപ്പം ഇരുന്ന് വിയർക്കുന്നത് ഞാൻ കണ്ടു. നമ്മുടെ ഈ ബാത്റൂം ഏരിയ ഇരുന്നിട്ടാണ്, അതിന് മുമ്പ് സംസാരിക്കുന്നൊന്നുമില്ല. അവിടെ ഇവിടെ ഇരുന്ന് ഈ പെണ്ണുപിള്ള വന്ന് ചുമ്മാ അങ്ങ് ചൊറിയോ അവരെ. ബാത്റൂം ഏരിയയിൽ ഇത് കോംപ്രമൈസ് ടോക്കിൻ്റെ ഇടയ്ക്ക് അതിൽ പറയുന്നുണ്ട്, നിങ്ങൾ ഇങ്ങനെ പറഞ്ഞില്ലേ, നിങ്ങൾ അന്ന് അങ്ങനെ പറഞ്ഞതാണ്. അയ്യോ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, എനിക്ക് ഓർമ്മയില്ല. ആ രീതിയിലുള്ള സംസാരം കേൾക്കുമ്പോഴേ അറിയാം ശാരിക ചേച്ചി നിങ്ങളെ കയ്യിൽ നിന്ന് പോയി. അത്രേ ഉള്ളൂ, മനസ്സിലായില്ലേ? നിങ്ങളായിട്ട് തന്നെ നിങ്ങളെ എക്സ്പോസ് ചെയ്യാൻ ഇട്ട് കൊടുത്തു. ഇനിയാണ് ഇതിൻ്റെ പേരും പറഞ്ഞ് നിങ്ങൾക്ക് കുത്തൽ വരാൻ പോകുന്നത്. ടേക്ക് മൈ വോട്ട്സ്, ഇനിയാണ് നിങ്ങൾക്ക് ഇതിൻ്റെ പേരും പറഞ്ഞ് കുത്തൽ വരാൻ പോകുന്നത്. നമ്മളത് കേട്ടിട്ടില്ല കേട്ടോ, ഞാൻ കേട്ടിട്ടില്ല. നിങ്ങൾ ആരെങ്കിലും ഈ ഒരു കേസ് കേട്ടിട്ടുണ്ടോ? ഈ ആദിലയിടയ്ക്ക് വന്നിട്ട് ഈ അനുമോളുമായിട്ട് അനുമോക്ക് എന്തോ എന്നെ കാണുമ്പോൾ ഒരു വെറ, ഈ ഒരു സാധനം ഞാൻ കേട്ടിട്ടില്ല. ചിലപ്പോൾ മിസ്സായതായിരിക്കും, ചിലപ്പോൾ കേട്ടിട്ടുണ്ടായിരിക്കും, മറന്നുപോയതായിരിക്കാം. എന്താണെങ്കിലും ഇത് വീണ്ടും വന്ന് ഓർമ്മിപ്പിച്ചത് ശാരിക ചേച്ചി തന്നെയാണ്. ഇനിയാണ് അതിൻ്റെ പേര് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. പിടികിട്ടിയില്ലേ? കാരണം നിങ്ങൾ തന്നെ അവസാനം അവർ ആദില വന്നിരുന്ന് സംസാരിക്കുകയാണ് ആ ഒരു വിഷയത്തെ പറ്റി, ഇവരുടെ ഈ ചൊറിച്ചിൽ കാരണം അത് കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടി. ആ സമയത്ത് ഇവർക്കൊന്നും അറിയാൻ മേലാത്ത പോലെ ഇവർ മറ്റേ പൊട്ടത്തിയെ പോലെ ഇന്ന് അഭിനയിക്കുന്നുണ്ട്. എനിക്കത് മനസ്സിലായില്ല എന്താന്ന്. ഞാൻ കേട്ടിട്ടില്ല, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടൊന്നും ഇല്ലല്ലോ എന്നുള്ളൊരു മൂഡ് അവിടെ തീർന്നു. പിടികിട്ടിയോ? അപ്പോൾ ഈ ഒരു സാധനം അവിടെ നടക്കുന്നുണ്ട്. ഇതിൻ്റെ പേരിൽ ഇടയ്ക്കിടയ്ക്ക് മറ്റേ നമ്മുടെ ഊഞ്ഞാലിൽ എല്ലാവരും കൂടെ ഇരിക്കുമ്പോൾ അക്ബറും അപ്പാനിയൊക്കെ ഇരിക്കുമ്പോൾ അവിടെ നിന്നിട്ട് ഈ ശാരിക വന്ന് ചൊറിയുന്നുണ്ട്. ശൈത്യ അപ്പുറം വഴി വരുമ്പോഴത്തേക്ക് ശൈത്യ പിന്നെയും ചൊറിയുന്നു. നീ കൂടെ നീ നടന്ന് നോക്കിക്കോ, ഫ്രണ്ട്ഷിപ്പ് പിടിക്കുക, നിങ്ങളെല്ലാം മറ്റേ എന്താണ് പുറകിൽ നിന്ന് കുത്തുന്ന ആൾക്കാരാണ് എന്നുള്ള വലിയ ഡയലോഗ്. ഇതൊക്കെ മനസ്സിലാക്കിയൊക്കെ ആദ്യമേ ശാരിക ചേച്ചി കളിച്ചായിരുന്നെങ്കിൽ ഇപ്പം നിൽക്കാറുന്നില്ല. 10-26 ദിവസം 26 ദിവസം കണ്ട് ഇറങ്ങിപ്പോയില്ലേ? ഇപ്പൊ പറയുമായിരിക്കും എനിക്ക് അത്രയും വലിയ ദിവസം നിൽക്കാൻ പറ്റുമല്ലോ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോയിൽ, നിനക്കൊക്കെ പറ്റിയോ? ഇങ്ങനെ നിൽക്കുന്നതിനെക്കാട്ടിലും നിൽക്കാതിരിക്കുന്ന ചേച്ചി, അത് വേറെ കാര്യം. പിടികിട്ടിയില്ലേ? കയ്യിലെ കാശും കുറെ പോവുകയും ചെയ്യും, ഇങ്ങോട്ട് വരുന്നതായിട്ടൊന്നും കിട്ടത്തുമില്ല. അതിനെക്കാട്ടും തന്നെ ഇവിടെ ഇരിക്കുന്നതാ. പിടികിട്ടിയോ? ഇങ്ങനെ പോയി നാണം കിടന്നതിനെക്കാട്ടിലും ഇതിപ്പം വേണ്ട, ഞാൻ പറയുന്നില്ല. അതിലെ നൂറയൊക്കെ കളിയാക്കുന്നവരുടെ ടീമുണ്ട്, അവരെ നിങ്ങളുടെ പുറകെ ഇനിയും വരണമല്ലോ ചേച്ചി. അവരവസ്ഥയിലേക്കാണല്ലോ നിങ്ങൾ കൊണ്ട് എത്തിക്കുന്നത്. അപ്പൊ ഇതുപോലുള്ള ചെറിയ സാധനങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ സരിക റണ ഫാത്തിമ ചെറിയ ചൊറിച്ചിൽ നടക്കുന്നുണ്ട്. റണ ഫാത്തിമ മുൻഷിയോട് ചോദിക്കുന്നുണ്ട്, ചേട്ടാ പിണക്കമാണോ എന്നങ്ങാണ്ട് ചോദിച്ചതാ. ഉടനെ അയാൾ അങ്ങോട്ട് പൊട്ടിത്തെറിച്ച് റണ ഫാത്തിമ തിന്നാൻ പോകുന്ന ഒരു സാധനമൊക്കെ കണ്ട്. എന്തിന് അയാൾ വന്നപ്പോൾ തൊട്ട് ആ സമയത്ത് ആരോ അവിടെ ഇരുന്ന് പറയുന്നുണ്ട്, ഇയാൾ വന്നപ്പോൾ തൊട്ട് ചൊറിച്ചിലാണല്ലോ എല്ലാവരുടെയും. ഇതെന്നിട്ട് ആദ്യം തൊട്ടേ കാണിച്ചായിരുന്നെങ്കിൽ നെവിനാണോ ആരോ പറയുന്നുണ്ട്, ഇത് ആദ്യമേ കാണിച്ചായിരുന്നെങ്കിൽ ഇവിടെ കുറെ ദിവസം നിൽക്കാറുന്നല്ലോ എന്നൊക്കെ അവിടെ നിന്ന് ആരോ ചോദിക്കുന്നുണ്ട്. സത്യമല്ലേ? ഈ വന്ന് കയറിയപ്പോൾ അനീഷിന്റെ പുറകെ പോയി, അനുമോളുടെ പുറകെ പോയി, എല്ലാവരുടെയും പുറകെ പോയി ചൊറിയുക ഇയാൾ. എന്ത് കാര്യത്തിൽ? എന്നിട്ട് ഇയാൾ തന്നെ പറയുന്നുണ്ട് എന്താണ്, അതിപ്പോഴല്ല, അത് വേറൊരു കേസിൽ എനിക്ക് തോന്നുന്നു നെവിന്റെ കേസ് പിന്നെ സംസാരമാകുമ്പോഴാണെന്ന് തോന്നുന്നു. ഇയാൾ പറയുന്നുണ്ട് ഇപ്പോഴാണ് എല്ലാവരും ഈ കണ്ടന്റ് ഉണ്ടാക്കാൻ വരുന്നത്, വേറെ പണിയൊന്നുമില്ല, ഇത് തീരാറായില്ലേ? ഇയാളവിടെ കയറിയപ്പോൾ തൊട്ട് കണ്ടന്റ് ഉണ്ടാക്കാനാണ് നിൽക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇത് കാണാൻ നേരത്ത് ഒരു കാര്യമില്ല. ആദ്യമൊക്കെ മിണ്ടാതെ മൂലക്കിരുന്ന് വല്ലതും തിന്ന് അവിടെ ഇരിക്കുന്ന ഒരു ടീമായിരുന്നു. ആവശ്യം ഉണ്ടെങ്കിൽ പോലും വാ തുറക്കത്തില്ല. ഇതിപ്പോൾ അനാവശ്യമായിട്ടാണ് വാ തുറക്കുന്ന മൊത്തം. എന്ത് കാര്യത്തിൽ എന്തെങ്കിലും ഒരു പിടുത്തവും കിട്ടുന്നില്ല. ഇതൊക്കെ കഴിയുമ്പോഴാണ് നമ്മുടെ മസ്താനി റണ ഫാത്തിമ നമ്മുടെ ചേട്ടൻ മുൻഷിയായിട്ടുള്ള വഴക്ക് കഴിയുമ്പോഴാണ് നമ്മുടെ മസ്താനിയുടെ എൻട്രി വരുന്നത്. മസ്താനിയുടെ എൻട്രി നമ്മുടെ അപ്പാനി ചേട്ടനൊന്നും അത്ര പിടിച്ചിട്ടില്ല. അപ്പാനി ചേട്ടൻ അങ്ങോട്ട് ചെല്ലുന്നില്ല നമ്മുടെ ഫ്രണ്ട് ഡോറിൻ്റെ അടുക്കിലേക്ക്. അപ്പാനിയും ആദിലയൊക്കെ അകത്ത് തന്നെ മേക്കപ്പ് റൂമിൻ്റെ അവിടെ നിന്നിട്ട് അതിലോട് പറയുകയാണ്, ഞാൻ പോയി മിണ്ടണോ, അങ്ങനെയാണ് ഇങ്ങനെയാണ്, എനിക്ക് താല്പര്യമില്ല, പക്ഷെ വിരോധമൊന്നുമില്ല, വെറുപ്പൊന്നും വെക്കുന്നില്ല, പക്ഷെ എനിക്ക് അവളെ ലൈഫിൽ വേണ്ട, എനിക്കൊരു ഫ്രണ്ടായിട്ട് പോലും അവളെ വേണ്ട എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇതിന് ശേഷമാണ് ശാരിക, ഞാൻ പറഞ്ഞല്ലോ ശാരികയുടെ ആ ഒരു വിഷയം നമ്മൾ സംസാരിച്ചുകൊണ്ട് ഇനി അത് ഞാൻ വിടുകയാണ്. അവർ ചുമ്മാ കുറേ നേരം ചൊറിയുന്നുണ്ട് കേട്ടോ, ചൊറിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ഇവർ.
അപ്പോൾ ഇതെല്ലാം കഴിയുമ്പോഴത്തേക്ക് കോംപ്രമൈസ് ഒക്കെ ഇവരുടെ ഈ സരികല്ലോ ഷാരിക നമ്മുടെ ആദിലമോൾ വിഷയമൊക്കെ കോംപ്രമൈസ് ചെയ്ത് വിടുന്നുണ്ട്. ഇതൊക്കെ കഴിയുമ്പോഴാണ് നമ്മുടെ കിച്ചണിൽ ഞാൻ പറഞ്ഞല്ലോ നെവിനുമായിട്ടുള്ള ആ ഒരു വിഷയം കഴിഞ്ഞതിന് ശേഷം കിച്ചണിൽ വീണ്ടും ജിഷിനൊക്കെ നിപ്പുണ്ട്. ജിഷിനും നമ്മുടെ മുൻഷി നിപ്പുണ്ട്. അപ്പം മുൻഷിയുടെ ഒരു ഡയലോഗ് ഉണ്ട്, തിന്നാൻ സമയമാകുമ്പോൾ അവൻ കയറി വരുന്നുണ്ട്. അത് നടക്കുന്ന കാര്യമല്ല. വേസ്റ്റ് ഇല്ലാതെ തിന്ന് തീർക്കുന്നുണ്ടല്ലോ അവൻ, എന്തെങ്കിലും പണിയെടുക്കണം എന്നൊരു ഡയലോഗ് നമ്മുടെ മുൻഷി പറയുന്നുണ്ട്. തന്തയില്ലാത്ത ഡയലോഗ് എന്ന് ഞാൻ പറയത്തുള്ളൂ. മുൻഷിയെ പോലെ ഒരുത്തൻ. കാരണം തുടക്കം ആ ഒരു നിന്ന 1-2 ആഴ്ച ഞാൻ തോന്നുന്നു, ആ നിന്ന സമയത്തൊക്കെ ഇയാൾ എന്താ ചെയ്തിരിക്കുന്നത് ഞാനൊന്നും കണ്ടിട്ടില്ല അയാളൊന്നും ചെയ്തതായിട്ട്. വലിയ അങ്ങ് മലമറിക്കുന്ന ഒന്നും ഇയാൾ ചെയ്തിട്ടില്ല. ഇന്ന് വന്നൊരു 5-6 പൂരി വരത്തിയപ്പോഴത്തേക്ക് അയാൾ മറ്റേ വലിയ പണിക്കാരനുമായി നെവിൻ ഒരു തീരെ കൊള്ളാത്ത ഒരുത്തരും ഒരു പണിയെടുക്കത്തില്ല. അതും അയാൾ പറഞ്ഞ ഡയലോഗൊക്കെ എന്താ വേസ്റ്റ് പോലും അവൻ തിന്നു തീർക്കും എന്നൊക്കെയുള്ള ഡയലോഗൊക്കെ എന്ത് വൃത്തിയായിട്ട് ഡയലോഗുകൾ പറഞ്ഞ് ഒരു രീതിയിലും അയാളുടെ വർത്താനത്തോട് യോജിക്കാൻ പറ്റത്തില്ല കേട്ടോ. ഇത് കേട്ടപ്പോഴത്തേക്കാണ് അക്ബറിനൊക്കെ പൊട്ടി. അക്ബറിന് മാത്രമല്ല അപ്പാനി പൊളിയുന്നുണ്ട്, എല്ലാവരും കയറി അങ്ങോട്ട് പൂശി. അക്ബർ ചോദിക്കുന്നുണ്ട്, മുൻഷി ചേട്ടാ അത് പറയണ്ട, അവൻ ഡെയിലി 2 തവണ ഇവിടെ പണിയെടുത്തിട്ടുണ്ട്. താനൊക്കെ പോയ ശേഷം നമ്മളും കണ്ടിട്ടുണ്ട് നല്ല രീതിയിൽ പണിയെടുത്തിട്ടുണ്ട് നെവിന്, ഇല്ല എന്നല്ല. അത് മാത്രമല്ല ഇങ്ങനെ കണക്ക് പറയുന്ന നെവിനെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അത് നെവിൻ ഇഷ്ടമുള്ള പോലെ കയറി ഭക്ഷണം എടുത്ത് കഴിക്കുന്നതുകൊണ്ടായിരിക്കാം. നെവിൻ ആരോടും കണക്ക് പറയത്തില്ല, എപ്പോഴും കൂടുതൽ കൊടുക്കുന്ന നെവിനെയാണ് ഞാൻ കണ്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? അല്ലാതെ കുറവ് കൊടുക്കുന്ന നെവിനെ ഞാൻ കണ്ടിട്ടില്ല. അത് ഓക്കെ, അവൻ ചെയ്തതിനോട് നമ്മളൊരു പരിധിക്കുള്ള അങ്ങോട്ട് യോജിക്കുന്നില്ല നെവിൻ്റെ ഒരു സ്വഭാവത്തോട്. കാരണം അത് അത്ര നല്ല കാര്യമല്ല. ബിഗ് ബോസ് ഹൗസ് അല്ലേ, എത്ര ആൾക്കാരുണ്ട്. അപ്പോൾ അവൻ്റെ ഇഷ്ടത്തിന് അവൻ കയറി ഇറങ്ങി കഴിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ബാക്കിയുള്ളൊരു പട്ടിണിയായി പോകത്തില്ലേ? ജിഷിനും ഒക്കെ പറയുന്നതിനകത്ത് കാര്യമുണ്ട് ചെറുതായിട്ട്. പക്ഷേ എന്ന് വെച്ചിട്ട് ഇതുപോലുള്ള വൃത്തികെട്ട വർത്താനം ആ ഒരു കഴിക്കുന്നതിൻ്റെ പേരിൽ നീ വേസ്റ്റ് വരെ തിന്നു തീർക്കത്തില്ലടാന്നൊക്കെ ചോദിക്കുന്ന മുൻഷിയെ പോലെ. അതും എത്ര പ്രായമുണ്ട് അയാൾക്ക്? ഞാൻ അതാ ചിന്തിച്ചത്, ഞാൻ അത് മാത്രമേ ചിന്തിച്ചേ. ഓക്കെ, നമ്മളൊക്കെ ചിലപ്പോൾ ദേഷ്യം വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ വായി തോന്നിയൊക്കെ തിരയൊക്കെ വിളിച്ച് പറയും. പക്ഷേ ഇത്രയും പക്വതയുള്ള ഇത്രയും പ്രായമുള്ള ഒരാൾ, ഒരുപാട് ലോകം കണ്ട ഒരാളായിരിക്കും ഇല്ലേ? അപ്പോൾ അങ്ങനെ ഒരാളുടെ വായി നിങ്ങളുള്ള വൃത്തികളൊക്കെ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇതെല്ലാം കഴിയുമ്പോഴത്തേക്കാണ് നമ്മുടെ രാത്രിയിലെ മസ്താനി, അനു, അബി, സരിക ചേച്ചി, സരിക KB, ഇവർ ഇത്രയും പേര് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ മസ്താനി പറയുന്നത്, എനിക്ക് ഇങ്ങോട്ട് വരേണ്ട ആവശ്യമേ ഇല്ലായിരുന്നു, എനിക്ക് വരണ്ടായിരുന്നു ഇങ്ങോട്ട്. എന്നിട്ട് എല്ലാവരും എന്നെ വിളിച്ചു, ഫിനാലെ വരുമല്ലേ, വാ 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 എന്ന് പറഞ്ഞ് ബിഗ് ബോസിൽ നിന്ന് എന്നെ വിളിച്ചു. ഇൻട്രസ്റ്റ് ഇല്ലാതെയാണ് ഞാൻ ഇൻട്രസ്റ്റ് ഇല്ലാതെ പറഞ്ഞതാ. പിന്നെ ബിഗ് ബോസിൽ പോകണ്ട എന്ന് എന്നോട് പറഞ്ഞ ആളുകൾ തന്നെ എന്നോട് പറഞ്ഞു, ഫിനാലെ അല്ലേ, എന്തായാലും പോയില്ല, ഫിനാലേക്ക് പോ എന്നുള്ളൊരു കാര്യം പറഞ്ഞു എന്ന് പറയുമ്പോഴത്തേക്ക് കരയുന്നുണ്ട്, കരച്ചിലാണ്. അതായത് എനിക്ക് പുറത്ത് ഫുള്ള് നെഗറ്റീവാണെന്നുള്ളൊരു സാധനമൊക്കെ അവിടെ പറയുന്നുണ്ട്. ഒരു പോസിറ്റീവ് കമൻറ്റ് പോലും ഇല്ല, എല്ലാം നെഗറ്റീവാണ് എനിക്ക്. ഞാൻ എന്തെങ്കിലും പറയുമ്പോഴത്തേക്ക് ആൾക്കാർ പറയും നിന്റെ തനി സ്വഭാവം ബിഗ് ബോസിൽ കണ്ടതല്ലേ എന്നൊക്കെ ആൾക്കാർ പറയുമെന്നൊക്കെ പറഞ്ഞിരുന്ന് മോങ്ങുന്നുണ്ട്. അനിമോളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അനിമോളെ ഒരുപാട് അങ്ങോട്ട് ആശ്വസിപ്പിക്കാനൊന്നും പോകണ്ട കേട്ടോ, കാരണം അത്ര നല്ല കാര്യമൊന്നും അല്ല മസ്താനി കൊച്ചു പറഞ്ഞത്. പിന്നെ മസ്താനിക്ക് പുറത്തിറങ്ങിയിട്ടും ആ ഒരു തെറ്റുപറ്റിയെന്നുള്ളൊരു മൂടൊന്നുമല്ല, അഹങ്കാരത്തിൻ്റെ അങ്ങേ അറ്റത്തിൻ്റെ മറ്റേ നിൽക്കുക. അതുകൊണ്ട് തന്നെ ഇനിയും ഇപ്പം ഈ ബിൻസി ആയിട്ടുള്ള കേസ് അതൊരു പ്രൊമോ മാത്രമേ നോക്കട്ടെ, അതെന്താ കേസ് എന്ന് അറിയത്തില്ല. ഇന്നേ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. ഇന്ന് കംപ്ലീറ്റ്ലി ലൈവായിട്ട്, ഇന്ന് കംപ്ലീറ്റ് ആയിട്ടുള്ള പ്രോപ്പർ ലൈവിൻ്റെ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഞാൻ തന്നുകൊണ്ടേയിരിക്കും. കുറച്ച് ദിവസമായിട്ട് കുറച്ച് തിരക്കായി പോയതുകൊണ്ടാണ് പ്രോപ്പറായിട്ട് നമുക്ക് അതായത് കറക്റ്റ് ടൈമിൽ അങ്ങോട്ട് തരാൻ പറ്റാഞ്ഞത്. ഇന്ന് പക്കയായിരിക്കും. അപ്പോൾ എന്താണെങ്കിലും ഇന്ന് അത് കണ്ടേ പറ്റുള്ളൂ. എന്താണ് മസ്താനിയുടെ വായിന്ന് വീഴുന്നത്? എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, ബിൻസിയുടെ അച്ഛനെയൊക്കെ എന്ത് കാര്യത്തിലാണെന്ന് എനിക്ക് പിടികിട്ടുന്നില്ല. അപ്പോൾ എന്താണെങ്കിലും ഇതെല്ലാം കഴിയുമ്പോഴാണ് അപ്പാനി, അനു, ബിൻസി, അബി, സരിക ഇപ്പം സരികയാണ് കേട്ടോ, ശരികയല്ല സരിക, ഇവർ ഇത്രയും പേര് ഇരിക്കുകയാണ്. അവിടെ വെച്ചിട്ടാണ് ഈ ഒരു ടോക്ക്, അതായത് അപ്പാനി ബിൻസിയുടെ ആ ഒരു വിഷയം അത് തുടങ്ങി. എല്ലാവരും ഇരിക്കുമ്പോഴത്തേക്ക് ആ ചർച്ച നടക്കുമ്പോൾ അനിമോളെ അങ്ങോട്ട് തേച്ചൊട്ടിക്കുന്നുണ്ട്. അതായത് അനിമോള് തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ കൈ പിടിച്ചിരിക്കുമ്പോൾ ആളുകൾ വേറെ രീതിയിൽ എടുക്കില്ലേ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊരു ഷോ അല്ലേ എന്നുള്ള ഡയലോഗ് പറഞ്ഞുടനെ ബിൻസി അങ്ങോട്ട് കയറി പിടിച്ചു. ബിൻസി പറയുന്നുണ്ട്, അനു നിനക്കിത് ഷോ ആയിട്ട് തോന്നുന്നുണ്ടല്ലേ, അപ്പം നീ അനീഷിനോട് ചെയ്തത് എന്താ അനു എന്ന് ചോദിക്കുന്നുണ്ട്. ഉടനെ നമ്മുടെ അനിമോള് പറയുന്നുണ്ട്, ബിൻസി തന്നെ പറയുന്നുണ്ട്, പുള്ളിയെ കയ്യും കലാശവും കാണിച്ച് ഇച്ചായ എന്നൊക്കെ വിളിച്ചതൊക്കെ പുള്ളിക്ക് ഉടനെ അപ്പാനി പറയുന്നുണ്ട്, ഉമ്മയൊക്കെ കൊടുത്തത്, ഫ്ലൈയിങ് കിസ് കൊടുത്തത്, അതൊക്കെ നീ എന്ത് കണ്ടിട്ടാന്ന് ചോദിച്ചു. ഉടനെ അനിമോള് പറയുന്നുണ്ട്, തമാശയ്ക്ക് ചെയ്തതാണ്. അവിടെ തീർന്നു. സത്യം പറഞ്ഞ അനിമോള് തമാശയ്ക്ക് ചെയ്തതാന്ന് പറഞ്ഞ അടുത്ത നിമിഷം അപ്പാനിയും ബിൻസിയും കൂടെ എണീറ്റു. നീ ചെയ്യുന്നതെല്ലാം അങ്ങോട്ട് തമാശ, ഞങ്ങൾ എന്തെങ്കിലും ചെയ്താൽ മാത്രം അത് വേറെ, ഇത് നിനക്ക് എങ്ങനെ പറയാൻ പറ്റുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അനിമോക്ക് മിണ്ടാട്ടം ഇല്ല. വേറെ കാരണം അനിമോക്ക് മിണ്ടാട്ടം ഇല്ലാതായി പോയതിന് കാരണമുണ്ട്, ഞാൻ പറയാം. ഇതിൻ്റെ പേരും പറഞ്ഞാൽ അങ്ങോട്ട് പൊളിക്കുന്നുണ്ട്. ഇതിനിടയിൽ ആദില കട്ടപ്പ കറക്റ്റ് ഇപ്പോൾ ആദിലയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ആദില ചാടി എണീറ്റിട്ട്, ബിൻസി മോളെ നീ അന്ന് വൈറ്റ് ഡ്രസ് ഇട്ട് അപ്പാനി എടുക്കാൻ പോയിരുന്നില്ലേ,
നീ ക്ലീവേജ് കാണിച്ചോണ്ടാണ് അവിടെ ഇരിക്കുന്നതെന്ന് എന്നോട് പറഞ്ഞ ആളാണ് ഇവൾ എന്നും കൂടെ അങ്ങോട്ട് പറഞ്ഞ് അത് അങ്ങോട്ട് ആളി കത്തിച്ചു. എനിക്ക് തോന്നുന്നു ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഒരുപാട് സപ്പോർട്ടൊക്കെ കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ്. അത്യാവശ്യം ബുദ്ധി ഉപയോഗിച്ച് കളിക്കുന്നവരാണെങ്കിൽ ഇത് മിണ്ടാൻ പോകത്തില്ല. പ്രത്യേകിച്ച് ഇടയ്ക്ക് ഞാൻ പറഞ്ഞല്ലോ, ഇടയ്ക്ക് അനിമോളോട് ഭയങ്കര അങ്ങ് സ്നേഹമാണ്, സ്നേഹത്തിൽ പൊതി ഇടയ്ക്ക് ഇതുപോലെ അങ്ങോട്ട് ഇട്ട് കൊടുത്ത് കുത്തി കൊടുക്കും. എന്ത് പരിപാടിയാണ് അത്? അക്കാര്യത്തിൽ നൂറ കുറച്ചും കൂടെ ഡീസൻ്റാ. നൂറ് ഒരു അക്ഷരം മിണ്ടിയില്ല. അതിലിടെ ഈ ഒരു പരിപാടി ഇല്ലെങ്കിൽ ഇതൊക്കെ മനസ്സിൽ കിടപ്പുണ്ടെങ്കിൽ ഈ അനിമോളുമായിട്ടൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാൻ പോകരുത്. അനിമോൾ ഇങ്ങനെയാണെന്ന് മനസ്സിലാക്കിയിട്ട് ഓക്കെ മാറി നിൽക്കുക, അതായിരുന്നു ചെയ്യേണ്ടത്. അതെന്താ ചെയ്യാത്തത്? ആരും ഇല്ലാതെ വരുമ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ഡയലോഗ് അടിച്ചു, എന്താണ് കറക്റ്റാണ്. അതായത് അനിമോൾ മറ്റേ അനീഷയുടെ കേസ് വന്നപ്പോഴത്തേക്ക് ഇവരോട് പോയി സംസാരിച്ചത്, വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് പോയി സംസാരിച്ചു. അത് വലിയ കുറ്റമായിട്ടിരുന്ന് പറയുന്നുണ്ടായിരുന്നു രണ്ടുപേരും കൂടെ, അതിലെ നൂറേയും കൂടെ. വേറെ ആരും ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളോട് വന്ന് സംസാരിച്ചത്. അനിമോൾ അത് ഓപ്പണായിട്ട് പറയുന്നുണ്ട്, വേറെ ആരും ഇല്ല എനിക്കിതിപ്പോൾ പറയാം, അതുകൊണ്ട് നിങ്ങളോട് പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ ഇവളുമാരെന്താ ചെയ്യുന്നത്? ഇത്രയും ദിവസം അനിമോളുടെ കൂടെ നടന്നു. ഇവളുമാർക്കും വേറെ ആരും അവിടെ ഇല്ലാത്തതുകൊണ്ടല്ലേ അനിമോളുടെ കൂടെ നടന്നത്. ഇപ്പോഴത്തെ ബാക്കി എല്ലാവരെയും കിട്ടിയപ്പോൾ അവരുടെ കൂടെ ജോയിൻ ചെയ്തിട്ട് അനിമോക്കിട്ട് വീണ്ടും കുത്ത്. അല്ല, അപ്പൊ ആതിരയും നൂറെ ചെയ്യുന്നത് തെറ്റല്ലേ? നൂറെ പിന്നെ വിടാം, ആതിര ചെയ്യുന്നത് തെറ്റല്ല. അനിമോൾ എന്താണോ ചെയ്തത് സെയിം തന്നെ ഇവിടെ ചെയ്യുന്നത്. അതായിരിക്കും ഇവിടെ എല്ലാവരും ചെയ്യുന്നത്. എല്ലാവരും ഒരേ രീതിയിലുള്ള തെറ്റുകൾ ഇവിടെ ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാ? ഇതൊരു ഗെയിമാണ്. ഇവിടെ ഇങ്ങനെയാണ്, ഇവിടെ ഇതൊക്കെ സംഭവിക്കും. നമ്മൾ അതിനകത്തുനിന്നൊക്കെ ആരാണ് സർവൈവ് ചെയ്യുന്നതെന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഞാൻ അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സർവൈവ് ചെയ്യുന്ന അനിമോൾ തന്നെയാണ്. എന്തൊക്കെയാ ഡെയിലി അനിമോൾ ഇല്ലാതെ ഒരു കണ്ടന്റ് ഒരാൾക്കില്ല. അത് കുറച്ച് ചീച്ചയല്ലേ ഡേ അല്ലേ? എന്താണെങ്കിലും ഇതിന്റെ പേരിലൊരു സംസാരം, ഒരു ഇടിയും പൊട്ടലും ഒക്കെ കുറേ നേരം നടക്കുന്നുണ്ട് കേട്ടോ ലൈവിലും ഒക്കെ. അതെല്ലാം കഴിഞ്ഞിട്ട് പാതിരാത്രിയിൽ ബിൻസി അനിമോളുടെ ഒക്കെ ചെല്ലുന്നുണ്ട്. ഇവർ രണ്ടുപേരും മാത്രമേ സംസാരിക്കുന്നുണ്ട്. അപ്പം അനിമോള് പറയുന്ന കുറച്ച് കാര്യങ്ങൾ കേട്ടപ്പോൾ ബിൻസിക്ക് എവിടെയോ ഒരു സംശയം. അപ്പാനിയെ അത്ര നല്ല മുതലാണോ അപ്പാനി? എനിക്കറിയാൻ പാടില്ല. ഒരു ചിക്ക് വന്ന് അടുത്തിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് നോക്കാതെ തൊടാതൊക്കെ വിടുവോ? എനിക്കറിയത്തില്ല. അത്ര വലിയ മാന്യനായിട്ടുള്ളൊരു വ്യക്തിയാണോ? നമ്മളിടയ്ക്ക് ഒരു ചിക്ക് വന്നിരിക്കുക, നമ്മൾ നോക്കൂടെ? നമ്മൾ പുരുഷനാണ്, അത് സ്ത്രീയാണ്, നമ്മൾ നോക്കാതെ അല്ലാതെ വന്ന് ഇരുന്ന ഉടനെ അയ്യോ ചേച്ചി ഞാൻ നോക്കത്തില്ല ഇങ്ങനെ പറയുമോ? എനിക്കറിയത്തില്ല. അങ്ങനെയൊക്കെ ചെയ്യുന്നവൻ ഭൂലോകം ഉടായിപ്പാണെന്നേ ഞാൻ പറയത്തുള്ളൂ. അവൻ്റെയൊക്കെ മനസ്സിൽ കറുപ്പായിരിക്കും, അഴുക്കായിരിക്കും, നോക്കത്തില്ല. മനസ്സിനകത്ത് വേറെ ആയിരിക്കും ഇരുന്ന് ചിന്തിച്ചു കൂട്ടുന്നത്. പിടികിട്ടിയില്ലേ? ഇത് എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ ഞാനങ്ങ് പറയുന്നത് കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും അനിമോളും ബിൻസിയും കൂടെ ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് അനിമോൾ പറയുന്നുണ്ട്, ഇനി ഞാൻ നിന്നെ പ്രൊട്ടക്ട് ചെയ്യാനാണ് ശ്രമിച്ചത്, നീ അങ്ങനെ ആ ഒരു ക്ലീവേജ് കാണിച്ച് അവിടെ ഇരിക്കുന്ന കണ്ടപ്പോൾ എനിക്കത് ശരിയായിട്ട് തോന്നിയില്ല, അത് വേണ്ടാന്ന് തോന്നി. ഞാനതിന് എൻ്റെ കൂടെ ഇരിക്കുന്നവരോട് പറഞ്ഞു. അവരും അവരും സമ്മതിച്ച് അവരും എന്നോട് ഇതുമായിട്ട് കോൺവെർസേഷൻ നടത്തിയതാ. എന്നിട്ട് ഇപ്പോൾ വന്നിട്ട് എൻ്റെ പുറകിൽ നിന്ന് എന്നെ കുത്തുന്നു. ആ ഒരു രീതിയിൽ അനിമോൾ സംസാരിക്കുന്നുണ്ട്. എന്താണെങ്കിലും പിന്നെ ഉച്ചയ്ക്ക് ഞാൻ അപ്പാനിയോട് സംസാരിച്ചപ്പം അപ്പാനി എന്നോട് കുറേ കാര്യങ്ങൾ പറഞ്ഞു. അത് ബിൻസിയോട് പറയുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ബിൻസി, അപ്പാനി, നെവിൻ പിന്നെ അക്ബർ കുറച്ചപ്പുറം മാറിയിരിക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ബിൻസി അപ്പാനിയോട് കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ട് ചോദിക്കും. നീ ഉച്ചയ്ക്ക് അങ്ങനെ പറഞ്ഞില്ലേ, നീ എന്താ ഇങ്ങനെ പറഞ്ഞത്? ആ ഒരു മൂഡ് ചോദിക്കുമ്പോഴത്തേക്ക് അപ്പാനി ഒന്ന് വിറയ്ക്കുന്നുണ്ട്. പിടികിട്ടിയില്ലേ? അവിടെ ബിൻസിക്ക് ഒരു ഡൗട്ട് അടിച്ചു. ഉടനെ ബിൻസി ഒരു ഡയലോഗ് അടിക്കുന്നുണ്ട്, അപ്പാനി മോനെ നിർത്തിക്കോ, നിനക്ക് ബിൻസിയെ അറിയത്തില്ല എന്നുള്ള രീതിയിൽ ഒരു സംസാരം വരെ അവിടെ എത്തി. പിടികിട്ടിയില്ലേ? ഇതിനകത്ത് എനിക്ക് മനസ്സിലായത് ബിൻസിക്ക് അനിമോക്കിട്ടൊരു സാധനം കൊടുത്തു, പക്ഷെ അനിമോൾ പറയുന്നതിനകത്തുനിന്ന് എവിടേക്കോ എന്തോ ഒരു സാധനം ഉണ്ടെന്ന് പിടികിട്ടി. ചിലപ്പോൾ അങ്ങനെ എടുക്കാം. ഇല്ലെങ്കിൽ അനിമോളെ ഒരു പരിധി കൂടുതൽ കുറ്റക്കാരിയാക്കി മാറ്റിക്കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന്, അതായത് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ആടി കിട്ടും എന്നുള്ളൊരു സാധനം ചിലപ്പോൾ തോന്നിയിട്ടായിരിക്കാം. എന്താണ് ഒരു എന്താ അതിന് പറയുന്ന ഒരു വാക്കുണ്ടല്ലോ, ഞാൻ ആ ഒരു കണക്ഷൻ വെച്ചങ്ങ് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അല്ല അടി കിട്ടുമോ എന്ന് മേടിച്ചിട്ടല്ല, അതൊരു നെഗറ്റീവ് ആവും തോന്നിയിട്ടായിരിക്കാം അപ്പാനിയുടെ ഓപ്പോസിറ്റ് വന്നിട്ട് 2 ഡയലോഗ് അടിച്ചത് ബിൻസി. പിടികിട്ടിയില്ലേ? അപ്പാനിയോട്, കാരണം അപ്പാനി ഒന്ന് വിറയ്ക്കുന്നുണ്ട്. എവിടെയോ എന്തോ ഒരു ഉടായിപ്പ് അപ്പാനിയുടെ കയ്യിലും ഉണ്ട്. അത്ര നീറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ എന്താണെങ്കിലും ആ ഒരു സംസാരത്തിലാണ് നിൽക്കുന്നത്. ഉടനെ അക്ബർ അവിടെ ഇരുന്ന് പറയുന്നുണ്ട്, വിട്, നിങ്ങൾ ഇങ്ങനെ തമ്മിൽ തല്ലല്ലേ എന്നൊക്കെ ഇരുന്ന് പറയുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത്ര നീറ്റല്ല ഒരുത്തിനും അതിനകത്ത്. പിടികിട്ടിയില്ലേ? എല്ലാത്തിൻ്റെയിലും എന്തെങ്കിലുമൊക്കെ ഉടായിപ്പ് കാണുവിടെ. അപ്പാനിയുടെയിലും കാണും ഉടായിപ്പ്. അതുകൊണ്ടായിരിക്കാം അനിമോൾ ചിലപ്പോൾ അനിമോൾ പിന്നെ മറ്റേ ഒരു കേറമ്മായി ആ ഒരു സെറ്റപ്പിലേക്ക് പോയി. അയ്യോ അതിങ്ങനെ കാണും, അതിങ്ങനെ പൊത്തിപ്പിടിക്കുക, ആ ഒരു സാധനം അനിമോൾ ഇട്ടു. പക്ഷെ അനിമോൾ ഇത് പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ടോ? എനിക്കറിയത്തില്ല, എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. അവിടെ ആരും അങ്ങനെ എപ്പോഴും അങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ? എനിക്കറിയത്തില്ല. അപ്പോൾ എന്താണെങ്കിലും ഇങ്ങനെയുള്ള കുറച്ച് പരിപാടികളൊക്കെയാണ് നടന്നത്. പിന്നെ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചങ്ങോട്ട് പറയാം, ഇവന്മാരിപ്പോൾ കയറി വന്ന ടീമുകളെല്ലാം കൂടെ അനിമോളെ ചൊറിഞ്ഞ് അനിമോക്ക് മിക്കവാറും കപ്പെടുത്ത് തലയെ വെച്ചു കൊടുക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായം താഴെ പറ. പക്ഷെ എനിക്കൊരു ആഗ്രഹമുണ്ട്, നല്ലൊരു ഗെയിമർക്ക് അവിടെ ആ ഒരു കപ്പ് കിട്ടണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്.
ഇപ്പോൾ അവിടെ നിൽക്കുന്നതിനകത്ത് ഗെയിമർ എന്ന് അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ കപ്പ് കിട്ടാൻ ഡിസേർവിങ് എന്ന് എനിക്ക് ആരുമില്ല. പക്ഷെ എന്നാലും എല്ലാവരെയും വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് ആകെ അനീഷും അനിമോളും ഉള്ളടേ, വേറെ പ്രത്യേകിച്ച് ആരും ഇല്ല കപ്പെടുത്തോണ്ട് വീട്ടിൽ പോകാൻ പറ്റുന്നത്. അതിനകത്ത് അനീഷേട്ടൻ കുറച്ചും കൂടെ ലൈക്ക് പുള്ളി ജെനുവിൻ അല്ലേ, അപ്പം ജെനുവിൻ ആയിട്ടുള്ള ഒരാൾക്ക് കിട്ടണമെന്നുണ്ട്. ഇനിയിപ്പോൾ അനിമോക്ക് കിട്ടുകയാണെങ്കിൽ അനിമോക്ക് കിട്ടട്ടെ. കാരണം ഒരുപാട് നല്ല ആട്ടും തുപ്പും എല്ലാം കേട്ട് പല കണ്ടന്റുകളും ഉണ്ടാക്കി ഇങ്ങനെ ഈ സീസണെ ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോകുന്ന അനിമോളാണ്, അല്ലാന്ന് പറയാൻ പറ്റത്തില്ല. ഇന്നലെ എത്ര തവണ കാനക്കം കണ്ടന്റും അല്ല, മൊത്തം ഇടിയും പരിവാസ്തോലിയും ബഹളവും മാത്രം, മൊത്തം പ്രണയം മാത്രം. പോട്ടെ എന്താണെങ്കിലും ഇപ്പം ലൈവ് തുടങ്ങിയിട്ടുണ്ട്, ഞാൻ പോയി ലൈവ് കാണട്ടെ. എന്നിട്ട് ഇന്ന് ഓരോ അരിമണികളും ഞാൻ പിറക്കിയെടുത്ത് നിങ്ങളുടെ മുമ്പിലേക്ക് ഇട്ട് തരും. എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് പോയി കാണട്ടെ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.